ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊണ്ട് പ്രധാന വാർത്തകളിലേക്ക്. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി, ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് നാടും നഗരവും ഒരുങ്ങി. കോളേജുകൾക്ക് സ്വയംഭരണം നൽകിയാൽ കോഴ കൊടുത്ത് വാങ്ങാൻ കഴിയും വിധത്തിൽ ബിരുദ കോഴ്സുകൾ അധപതിക്കുമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി TP ബിനീഷ്. ഖനന മാഫിയയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ CPM-ഉം കോൺഗ്രസും ഒത്തുകളിക്കുകയാണെന്ന് മുതിർന്ന BJP നേതാവ് O രാജഗോപാൽ. പശ്ചിമഘട്ട സംരക്ഷണ ബലിദാനി അനൂപിന് ശ്രദ്ധാഞ്ജലി. വിശദമായ വാർത്തകളിലേക്ക്. ദൈവപുത്രന്റെ പിറവിയുടെ ഓർമ്മ പുതുക്കി നാടും നഗരവും ക്രിസ്തുമസ് ആഘോഷത്തിൽ. ഉണ്ണിയേശുവിന് കൂറ്റൻ പുൽക്കൂടും ജ്ഞാനികന് വഴികാട്ടിയ നക്ഷത്രങ്ങളും മധുരപലഹാരങ്ങളുമെല്ലാമായി പള്ളികളും വീടുകളും ക്രിസ്തുമസിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് വീണ്ടും ഒരു ക്രിസ്തുമസ് കൂടി വന്നെത്തി. ക്രിസ്തീയ മതവിഭാഗത്തിന് മാത്രം നിലനിന്നിരുന്ന ക്രിസ്തുമസ് ഒരു മതവിഭാഗത്തിന്റെ ആഘോഷത്തിനപ്പുറം എല്ലാ ദേശങ്ങളിലും ഏവർക്കും സന്തോഷം പകരുന്ന ആഘോഷമാണ്. മിക്ക സ്ഥലങ്ങളിലും പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനുമുള്ള ഒരവസരം കൂടിയാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. വീടുകളിലും പള്ളികളിലും ക്രിസ്തുമസ് രാവിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നക്ഷത്രങ്ങളും പുൽക്കൂടും ക്രിസ്തുമസ് ട്രീയും കേക്കുകളുമെല്ലാമായി നഗരത്തിൽ വിപണികളും സജീവമായിട്ടുണ്ട്. വീടുകളിലും പള്ളികളിലും വിപുലമായി തന്നെയാണ് ആഘോഷ പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത്. കോഴിക്കോട് സിറ്റിയിലെ ജനങ്ങൾക്ക് എപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹം നൽകുന്ന രീതിയിൽ ഈ പുൽക്കൂട് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. പള്ളികളിൽ കൂറ്റൻ പുൽക്കൂടുകൾ തയ്യാറായി. ബത്ലഹേം ഗ്രാമത്തിൽ പ്രവേശിച്ച കാഴ്ചയാണ് പള്ളികളിൽ കാണുന്നത്. ഉണ്ണിയേശുവും അമ്മ മേരിയും ജോസഫും ജ്ഞാനികനും ആട്ടിയടന്മാരും എല്ലാമായി ദൈവപുത്രന്റെ ആഗമനത്തിന്റെ സന്ദേശം പകർന്നുകൊണ്ടാണ് പുൽക്കൂടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വിവിധ വർണ്ണങ്ങളിൽ പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളുടെയും മാലാഖമാരുടെയും സാന്നിധ്യമുണ്ട്. കൂടാതെ ക്രിസ്തുമസ് കരോളും വിശുദ്ധ ഗീതങ്ങളും പള്ളികളിൽ മുഴങ്ങിത്തുടങ്ങി. എല്ലാവർക്കും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ക്രിസ്തുമസ് ആശംസിച്ചുകൊണ്ട് നൈനു ന്യൂസ് ഡെസ്ക്. കുടുംബത്തിനും സമൂഹത്തിനും സൗഖ്യമുണ്ടാവണമെങ്കിൽ മനുഷ്യൻ എളിമപ്പെടണമെന്ന് സന്ദേശമാണ് ക്രിസ്തുമസ് നൽകുന്നതെന്ന് ഫാദർ വർഗീസ് ചക്കാലക്കൽ. ഹൃദയത്തിൽ യേശുവിനെ നിറയ്ക്കുക എന്നതാണ് ഇന്നത്തെ സംഘർഷ നിർഭരമായ ലോകത്തിൽ നിന്ന് മോചനം നേടാനുള്ള വഴി. നല്ല മനുഷ്യനാവുക എന്നതിനപ്പുറം ദർശനങ്ങൾ വിശാലമായിരിക്കണമെന്നും മറ്റുള്ളവരെ ആദരിക്കുന്ന സംസ്കാരത്തിന് ഉടമകളായിരിക്കണമെന്നും അദ്ദേഹം ക്രിസ്തുമസ് സന്ദേശത്തിൽ പറഞ്ഞു. നല്ല മനസ്സുണ്ടാക്കുക, ദർശനങ്ങൾ ചുരുങ്ങാതിരിക്കുക. എപ്പോഴും നമ്മൾ ദർശനങ്ങളെ, ആകാശത്തെ, ചക്രവാളങ്ങളെ വിശാലമാക്കിക്കൊണ്ടിരിക്കുക. എങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഭാവി ശോഭനമായിരിക്കും. കുടുംബം രക്ഷപ്പെടണമെങ്കിൽ, സമൂഹം രക്ഷപ്പെടണമെങ്കിൽ, ലോകം രക്ഷപ്പെടണമെങ്കിലൊക്കെ ഇത് വളരെ അത്യാവശ്യമാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. മാത്തോട്ടം മത്സ്യ മാർക്കറ്റിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും 10 തുരുമ്പെടുത്ത വാളുകൾ കണ്ടെടുത്തു. നിർമ്മാണ പ്രവൃത്തികൾക്കായി പറമ്പ് JCB ഉപയോഗിച്ച് മണ്ണ് നീക്കുമ്പോഴാണ് കുഴിച്ചിട്ട നിലയിൽ വാളുകൾ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാവിലെ മാത്തോട്ടം മത്സ്യ മാർക്കറ്റിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പ് വൃത്തിയാക്കുന്നതിനെത്തിയ തൊഴിലാളികളാണ് തുരുമ്പെടുത്ത നിലയിൽ വാളുകൾ കണ്ടെത്തിയത്. സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ചന്തയ്ക്കായി പറമ്പിൽ JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റുമ്പോഴായിരുന്നു സംഭവം. ചാക്കിൽ പൊതിഞ്ഞ നിലയിലായിരുന്ന വാളുകൾ തുരുമ്പെടുത്തിരുന്നു. രാവിലെ 10:15 വാളുകൾ കണ്ടെത്തിയ തൊഴിലാളികൾ വിവരം ഉടൻ തന്നെ സ്ഥലമുടമയെയും ബേപ്പൂർ പോലീസിനെയും അറിയിക്കുകയായിരുന്നു. തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ G. സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി. ബോംബ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. വാളുകൾക്ക് 5 വർഷത്തിലേറെ പഴക്കമുള്ളതായി കരുതുന്നു.
കോസ്റ്റൽ CI പ്രമോദ്, നല്ലളം CI ചന്ദ്രഹാസൻ, ബേപ്പൂർ SIമാരായ ഉബൈദത്ത് സാലിഹ് തുടങ്ങിയവരും സംഭവസ്ഥലം സന്ദർശിച്ചു. ഖനന മാഫിയയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും CPM-ഉം ഒത്തുകളിക്കുകയാണെന്ന് മുതിർന്ന BJP നേതാവ് ഒ രാജഗോപാൽ. തെറ്റുകൾ ചൂണ്ടിക്കാട്ടിക്കേണ്ട പ്രതിപക്ഷം കോൺഗ്രസിനോട് കൂട്ടുചേർന്ന് ഖനന മാഫിയയെ സംരക്ഷിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പശ്ചിമഘട്ട സംരക്ഷണ ബലിദാനി അനൂപിന് BJP-യുടെ നേതൃത്വത്തിൽ നൽകിയ ശ്രദ്ധാഞ്ജലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമഘട്ട സംരക്ഷണ ബലിദാനി അനൂപിന് BJP-യുടെ നേതൃത്വത്തിൽ ശ്രദ്ധാഞ്ജലി. മാനാഞ്ചിറ സെൻട്രൽ ലൈബ്രറി പരിസരത്ത് നടന്ന പരിപാടി BJP മുതിർന്ന നേതാവ് ഒ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രാദേശിക ഭാഷയിൽ തർജ്ജമ ചെയ്ത് ചർച്ച ചെയ്യണമെന്ന നിർദ്ദേശം നടപ്പാക്കിയില്ലെന്ന് ഒ രാജഗോപാൽ പറഞ്ഞു. ഖനന മാഫിയ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കർഷകരുടെ പേര് പറഞ്ഞ് അക്രമം അഴിച്ചുവിടുകയാണ്. ഇതിന് മതമേലധ്യക്ഷന്മാർ കൂട്ടുനിൽക്കുകയാണെന്നും ഒ രാജഗോപാൽ പറഞ്ഞു. ഇത്തരക്കാർക്ക് സംരക്ഷണം നൽകുന്നത് കോൺഗ്രസ് ആണ്. തെറ്റുകൾ ചൂണ്ടിക്കാട്ടിക്കേണ്ട പ്രതിപക്ഷം കോൺഗ്രസിനോട് കൂട്ടുചേർന്ന് ഖനന മാഫിയെ സംരക്ഷിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭരിക്കുന്ന കോൺഗ്രസും പ്രതിപക്ഷത്തുള്ള മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഉള്ള ഒരു ഒത്തുകളി രാഷ്ട്രീയം ഇന്ന് എല്ലാ മേഖലകളിലും നടക്കുന്നത് നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ മണൽ മാഫിയ, ക്വാറി മാഫിയ, ഇത്തരത്തിലുള്ള മാഫിയകളെ സംരക്ഷിക്കുന്ന കാര്യത്തിലും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ഒരു ഒത്തുകളി ഇവിടെ കാണുന്നു. BJP ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശ്രീശൻ, സംസ്ഥാന സമിതി അംഗം വാസുദേവൻ, BK പ്രേമൻ, ഷൈജ, ശിവദാസൻ എന്നിവർ സംബന്ധിച്ചു. കോളേജുകൾക്ക് സ്വയംഭരണം നൽകിയാൽ കോഴ കൊടുത്ത് വാങ്ങാൻ കഴിയും വിധത്തിൽ ബിരുദ കോഴ്സുകൾ അധപ്പതിക്കുമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി TP ബിനീഷ്. 13 കോളേജുകൾക്ക് സ്വയംഭരണ പദവി നൽകാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് DDE ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 13 കോളേജുകൾക്ക് സ്വയംഭരണ പദവി നൽകാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് SFI നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കോഴിക്കോട് DDE ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മലബാർ ക്രിസ്ത്യൻ കോളേജ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് DDE ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. അധ്യാപക വിദ്യാർത്ഥി സംഘടനകളും അക്കാദമിക് സമൂഹവും ഒന്നാകെ പ്രതിഷേധം രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ക്രിസ്മസ് അവധിക്ക് തന്നെ ഓട്ടോണമസ് തീരുമാനമെടുത്തത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ഭയന്നാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത SFI സംസ്ഥാന സെക്രട്ടറി TP ബിനീഷ് പറഞ്ഞു. ഇവിടെ പണമുള്ളവർ മാത്രം കേരളത്തിലെ കോളേജിലേക്ക് കടന്നു വന്നാൽ മതി എന്ന വരേണ്യവർഗത്തിന്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടാണ് കേരളത്തിലെ UDF സർക്കാർ മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട, അതിശക്തമായിട്ടുള്ള സമരങ്ങൾ ഈ കേരളത്തിൽ അലയടിച്ചു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ജാതിമത സാമ്പത്തിക ശക്തികൾക്ക് വേണ്ടി തീർത്തും അക്കാദമിക് വിരുദ്ധമായ തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടതെന്നും പരീക്ഷകൾ നടത്താനും സർട്ടിഫിക്കറ്റ് നൽകാനും അധികാരം കിട്ടുന്നതോടെ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് കോഴ കൊടുത്ത് വാങ്ങാൻ കഴിയും വിധത്തിൽ ബിരുദ കോഴ്സുകൾ അധപതിക്കുമെന്നും SFI നേതൃത്വം പറഞ്ഞു. MK നികേഷ്, MK ജിജേഷ്, M സമീഷ്, BK കിരൺരാജ്, KM നീനു എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബിന്റെ കോലവും കത്തിച്ചു. വാർത്തകളിൽ ഒരിടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂലറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ? ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mine Diamonds from Malabar Gold and Diamonds.
ധനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. വാർത്തകൾ തുടരുന്നു. വേനലിൽ നീറുമ്പോഴും നിളയുടെ തീരങ്ങൾ ഐതിഹ്യപെരുമ കൊണ്ട് സമൃദ്ധമാണ്. പറയിപെറ്റ പന്തിരുകുലത്തിലെ സംസ്കാരവും താഴ്വഴികളും ഇന്നും നിളാതീരത്തെ തിരുശേഷിപ്പുകളാണ്. ഇതിൽ പ്രധാനം പാക്കനാർ ക്ഷേത്രവും പാക്കനാർ നട്ടുപിടിപ്പിച്ചെന്ന് കരുതുന്ന കാഞ്ഞിരമരവുമാണ്. ധനം ആപത്താവുന്ന സാഹചര്യം അനുഭവസാക്ഷ്യത്തിലൂടെ വ്യാഖ്യാനിക്കുന്ന പഴമൊഴി കഥകളിൽ പ്രമുഖനാണ് പാക്കനാർ. പാക്കനാർ നട്ടുപിടിപ്പിച്ചതായി കരുതുന്ന കാഞ്ഞിരമരം ഇന്നും തൃത്താല കുറ്റിപ്പുറം വഴിയോരത്ത് വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ അടുത്തായി തലയുയർത്തി നിൽക്കുന്നു. സാധാരണ കാഞ്ഞിരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാക്കനാർ നട്ടുപിടിപ്പിച്ച ഈ കാഞ്ഞിരത്തിന് കയ്പില്ല. ഈരാറ്റിങ്ങൽ കോളനിയിൽ പാക്കനാർ ക്ഷേത്രവും അതിനടുത്ത് പാക്കനാരുടെ പിൻതലമുറക്കാരായ 18 കുടുംബങ്ങളും താമസിക്കുന്നു. പാക്കനാരുടെ സ്മരണ പുതുക്കി ഇന്നും ഓരോ തലമുറയിലെയും ഓരോ കുട്ടിക്ക് പാക്കൻ എന്ന് പേരിട്ട് വരുന്നു. 7 ഭാഗങ്ങളടങ്ങിയ പാക്കനാർ പാട്ട് എന്ന ചെന്തമിഴ് പാട്ട് അഥവാ കളമെഴുത്ത് പാട്ടിന്റെ കർത്താവാണ് പാക്കനാർ. തൃത്താലയ്ക്കടുത്തുള്ള ഈരാറ്റിങ്ങൽ കോളനിയിലാണ് പന്തീരകുലത്തിലെ രണ്ടാമനായ പാക്കനാർ താമസിച്ചിരുന്നതായി വിശ്വസിക്കുന്നത്. പറയ കുടുംബത്തിൽ വളർന്ന പാക്കനാർ കുലാചാരപ്രകാരമുള്ള മുറമുണ്ടാക്കുന്ന തൊഴിലാണ് ചെയ്തിരുന്നത്. പക്ഷേ ഒരു ദിവസം ഒരു മുറ മാത്രമേ കാശിന് വിറ്റിരുന്നുള്ളൂ എന്നും ബാക്കിയൊക്കെ സേവനമായി വെറുതെ നൽകിയിരുന്നുവെന്നും പറയപ്പെടുന്നു. ഒരു ദിവസം മുളവെട്ടിക്കൊണ്ടിരിക്കെ സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയ പാക്കനാർ ആളെക്കൊല്ലി എന്ന് പറഞ്ഞ് അതെടുക്കാതെ ഓടിപ്പോയത്രേ. ഇത് കേട്ടുവന്ന 2 സുഹൃത്തുക്കൾ മുഴുവൻ സ്വർണവും കൈക്കലാക്കാൻ അന്യോന്യം വിഷം കൊടുത്തു കൊന്നുവെന്നും പറയപ്പെടുന്നു. അങ്ങനെ പാക്കനാരുടെ ജീവിതത്തിൽ നിന്നും ഒരുപാട് ഗുണപാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദ്ദിഷ്ടകാര്യസിദ്ധിയാണ് പാക്കനാർ ക്ഷേത്രത്തെ ഇപ്പോൾ പ്രസിദ്ധമാക്കുന്നത്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണുള്ളത്. ജിമേഷ് പൂതേരി, ന്യൂസ് ഡെസ്ക്. ഉപഭോക്തൃവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല. നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ദേശീയ ഉപഭോക്തൃ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സംസ്ഥാന ഉപഭോക്തൃകാര്യ വകുപ്പും സപ്ലൈകോയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേശീയ ഉപഭോക്തൃ ദിനാചരണം നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഉപഭോക്തൃ അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയ ദിനാചരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീൽ ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ച് അറിയുന്നവർ കുറവാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രത്യേകിച്ച് പഞ്ചായത്ത് തലത്തിലുള്ള സാധാരണ ജനങ്ങളെ നിയമത്തെക്കുറിച്ച് ബോധവാന്മാരാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഉപഭോക്തൃ സമിതി മുതൽ താഴെ വരെ പഞ്ചായത്ത് തലത്തിലുള്ള സാധാരണ ജനങ്ങൾക്ക് ഇതിന്റെ നിയമങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് കഴിയണമെന്നുള്ളതാണ്. ഇതിനെ പറ്റിയിട്ടുള്ള നിയമങ്ങൾ എന്താണ് എന്നുള്ളത്, നമുക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ എന്താണ് എന്നുള്ളതും ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത്. കോഴിക്കോട് റീജിയണൽ മാനേജർ കെ സുജാത അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കേരള ഉപഭോക്തൃ സംരക്ഷണ വേദി അംഗം അഡ്വക്കേറ്റ് ബെന്നി ജോസഫ്, പി സുരേഷ് ബാബു, സലാം വെള്ളയിൽ, PI അജയൻ, മോളി ജോർജ്, മധുസൂദനൻ കർത്ത, കെ രാമദാസൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഉപഭോക്തൃ അവകാശങ്ങളെക്കുറിച്ചുള്ള സെമിനാറും മുഖാമുഖം പരിപാടിയും നടന്നു. ഇന്ധനവില നിയന്ത്രണം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുക, സാമൂഹ്യ വിരുദ്ധരിൽ നിന്നും പെട്രോൾ പമ്പുകളെയും ജീവനക്കാരെയും സംരക്ഷിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെട്രോൾ പമ്പ് ഉടമകൾ ഈ മാസം 27-ാം തീയതി രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ പെട്രോൾ പമ്പുകൾ അടച്ചിടും. കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പെട്രോൾ പമ്പ് ഉടമകൾ ഇക്കാര്യം അറിയിച്ചത്. പുതിയ പെട്രോൾ പമ്പുകൾ തുടങ്ങുന്നതിന് വ്യക്തമായ നിബന്ധനകൾ ഉണ്ടാക്കുക, സാമൂഹ്യ വിരുദ്ധരിൽ നിന്നും പെട്രോൾ പമ്പിനെയും ജീവനക്കാരെയും സംരക്ഷിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക, അനാവശ്യമായ ലൈസൻസുകൾ അടിച്ചേൽപ്പിക്കുന്ന കേരള സർക്കാർ നയം തിരുത്തുക, ഡീലർ കമ്മീഷൻ ഉയർത്തുക, ഇന്ധനവില നിയന്ത്രണം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ 7ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പെട്രോൾ പമ്പ് ഉടമകൾ ഈ മാസം 27-ാം തീയതി രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ പെട്രോൾ പമ്പുകൾ അടച്ചിടുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രക്ഷോഭ പരിപാടികളുടെ അടുത്ത ഘട്ടം ജനുവരി 21-22 തീയതികളിലായി 48 മണിക്കൂർ പമ്പുകൾ അടച്ചിട്ട് പണിമുടക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. മനുഷ്യാവകാശം എന്നത് സ്ത്രീകളുടെ അവകാശം തന്നെയാണെന്ന് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക മേധ പട്കർ. ലോകത്തിലെ 3-ൽ 2 തൊഴിലും ചെയ്യുന്നത് സ്ത്രീകളാണ്. എന്നിട്ടും സ്ത്രീകളുടെ അവസ്ഥ മോശമായി തുടരുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. അന്വേഷിയുടെ 20-ാം വാർഷികാഘോഷം ടാഗോർ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേധ പട്കർ. അന്വേഷിയുടെ 20-ാം വാർഷികാഘോഷം കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക മേധ പട്കർ ഉദ്ഘാടനം ചെയ്തു. എവിടെ സമരം നടക്കുന്നുവോ അവിടെ അന്യായത്തിന്റെ അടിത്തറ തകർക്കപ്പെടുമെന്നും ആം ആദ്മി മാത്രം പോരാ ആം ഔരത്വം വേണമെന്നും അവർ അഭിപ്രായപ്പെട്ടു.
മനുഷ്യാവകാശം എന്നത് സ്ത്രീകളുടെ അവകാശം തന്നെയാണ്. സ്ത്രീകളുടെ അവകാശമാണ് മനുഷ്യാവകാശമാകുന്നതും. ലോകത്തിലെ 2 തൊഴിലും ചെയ്യുന്നത് സ്ത്രീകളാണ്. എന്നിട്ടും സ്ത്രീകളുടെ അവസ്ഥ മോശമായി തുടരുകയാണ്. എത്ര ഉന്നത പദവിയിൽ സ്ത്രീകൾ എത്തിപ്പെട്ടാലും നിങ്ങളൊരു സ്ത്രീയാണ് എന്ന് എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. Every human right is woman's right, and every woman's right is human right, is a political statement. കോർപ്പറേറ്റ് ഭീമന്മാർക്ക് വേണ്ടി ഇപ്പോഴും മുംബൈ ചേരികളിൽ നിന്ന് കുടിയൊഴിപ്പിക്കൽ നടക്കുന്നുണ്ട്. ഇതിന്റെ ദുരന്തവും ഏറ്റുവാങ്ങേണ്ടി വരുന്നതും സ്ത്രീകളാണെന്നും അവർ കൂട്ടിച്ചേർത്തു. അന്വേഷി പ്രസിഡന്റ് കെ അജിത അധ്യക്ഷം വഹിച്ചു. MT വാസുദേവൻ നായർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ, നോവലിസ്റ്റ് KR മീര, ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് CK ജാണു, പ്രൊഫസർ MN കാരശ്ശേരി, പ്രസ് അക്കാദമി ചെയർമാൻ NP രാജേന്ദ്രൻ, പ്രൊവിഡൻസ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ നീത, ഡോക്ടർ ഗദിജ മുംതാസ്, മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഷെർലി വാസു, എഴുത്തുകാരി KP സുധീര, കാഞ്ചന കൊറ്റങ്ങിൽ, ശ്രീജ, പ്രമീള എന്നിവർ സംസാരിച്ചു. മാസത്തിലോ വർഷത്തിലോ ഒരു ദിവസമെങ്കിലും വീടുകളിൽ എത്തി ശയ്യാവലംബികളെയും രോഗികളെയും വൃദ്ധരെയും മറ്റും സഹായിക്കുന്ന സംഘമായിരിക്കും വി കെയർ കോർപ്സ് എന്ന് മന്ത്രി ഡോക്ടർ MK മുനീർ. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും പെൻഷനുകളും മറ്റ് ക്ഷേമ പദ്ധതികളും ലക്ഷ്യമാക്കാനുള്ള അഭയം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 ലക്ഷം സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തി വി കെയർ കോർപ്സ് രൂപവൽക്കരിക്കുമെന്ന് മന്ത്രി ഡോക്ടർ MK മുനീർ പറഞ്ഞു. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും പെൻഷനുകളും മറ്റ് ക്ഷേമ പദ്ധതികളും ലഭ്യമാക്കാനുള്ള അഭയം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2 മാസത്തിനകം മണ്ഡലത്തെ സമ്പൂർണ്ണ പെൻഷൻ നിയോജക മണ്ഡലമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. MM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മാനേജർ KV കുഞ്ഞഹമ്മദ് അധ്യക്ഷത വഹിച്ചു. KURDC ചെയർമാൻ K മൊയ്തീൻ കോയ, നഗരസഭാ കൌൺസിലർമാരായ KP അബ്ദുള്ള കോയ, ബ്രസീലിയ ഷംസുദ്ദീൻ, KP ബീരാൻ കോയ, CP മുസഫർ അഹമ്മദ്, PV അവറാൻ, ശ്രീവല്ലി രാമൻ, സാമൂഹിക സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ TP അഷ്റഫ്, NSS കോർഡിനേറ്റർമാരായ മുഹമ്മദ് ബഷീർ, ഫൈസൽ, വികലാംഗ കമ്മീഷൻ അംഗം CT സക്കീർ ഹുസൈൻ, ഖാദർ പാലാഴി, കാലിക്കറ്റ് ഗേൾസ് VHSC പ്രിൻസിപ്പൽ PM ശ്രീദേവി, TK യൂനുസ് എന്നിവർ സംബന്ധിച്ചു. ഒരിടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. യൂത്തിനറിയാം ബെസ്റ്റ് യൂത്ത്ഫുൾ സർപ്രൈസസ് shades and style latest type fashion lowest price attraction Kalyan Silks Stars Collections. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. വാർത്തകൾ തുടരുന്നു. സാംസ്കാരിക പ്രവർത്തകരും NBS ശാഖാ മാനേജറുമായിരുന്ന PM ശ്രീധരനെ അനുസ്മരിച്ചു. അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് നഗരത്തിലെ സഹൃദയരുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ പരിപാടി ഡോക്ടർ MM ബഷീർ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക പ്രവർത്തകനും NBS ശാഖാ മാനേജറുമായിരുന്ന PM ശ്രീധരനെ അനുസ്മരണ സമിതി നേതൃത്വത്തിൽ നഗരത്തിലെ സഹൃദയർ അനുസ്മരിച്ചു. കോഴിക്കോട് അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഡോക്ടർ MM ബഷീർ ഉദ്ഘാടനം ചെയ്തു. മനസ്സിലിണങ്ങിയ ആൾക്കാരെ കണ്ടെത്തുക, അവരോട് സൗഹൃദം പങ്കിടുക, അവരുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ അവസരമുണ്ടാവുക, ഇതൊക്കെ വളരെ അപൂർവമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഞാൻ കോഴിക്കോട് നിന്ന് വിവാഹം കഴിച്ച് ഇവിടെ ആദ്യമായി പരിചയപ്പെട്ട ആൾക്കാരിൽ ഒരാളാണ് NBS ശ്രീധരൻ. ഡോക്ടർ MN കാരശ്ശേരി അനുസ്മരണ പ്രഭാഷണം നടത്തി. മുൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. NE ബാലകൃഷ്ണമാരാർ, പോൾ കല്ലാനോട്, PV ഗംഗാധരൻ, T ശിവദാസ്, വത്സൽ നെല്ലിക്കോട്, അഡ്വക്കേറ്റ് M രാജൻ, ഭാസി മലാപ്പറമ്പ്, KJ തോമസ് എന്നിവർ സംസാരിച്ചു. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ജില്ലാതല കൂപ്പൺ വിതരണം ഉദ്ഘാടനം C മോയിൻകുട്ടി MLA നിർവഹിച്ചു. മലബാർ ഗോൾഡ് ചെയർമാൻ AP അഹമ്മദ് ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് T നസറുദ്ദീൻ അധ്യക്ഷനായിരുന്നു. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കൂപ്പൺ വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം C മോയിൻകുട്ടി MLA നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമായി സഹകരിച്ച് നടത്തുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 7ാം സീസൺ വ്യാപാരികൾക്കുള്ള അംഗീകാരമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ടി നസറുദ്ദീൻ അധ്യക്ഷനായിരുന്നു. മലബാർ ഗോൾഡ് ചെയർമാൻ MP അഹമ്മദ് ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി. സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി അഷ്റഫ് മൂത്തേടത്ത്, ഫെഡറൽ ബാങ്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ KP വിജയകുമാർ, DTPC സെക്രട്ടറി രാജീവ്, ജോസ് ചെറുവള്ളിൽ, കപ്പേടത്ത് ചന്ദ്രൻ, PC അഷ്റഫ്, KP കുഞ്ഞബ്ദുള്ള, M ഷാഹുൽ ഹമീദ്, K സേതുമാധവൻ, CJ ടെന്നിസൺ, PK ബാപ്പുഹാജി, T മുഹമ്മദ് അലി, P പ്രസന്നൻ, P അശോകൻ എന്നിവർ പ്രസംഗിച്ചു. ഞായറാഴ്ച മുതൽ 2014 ഫെബ്രുവരി 5 വരെ നടക്കുന്ന മേളയിൽ സംസ്ഥാനത്തൊട്ടാകെ 15 ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. 31 വടകരയിൽ ജില്ലയിലെ ആദ്യ വാരാന്ത്യ നറുക്കെടുപ്പ് നടക്കും. ജനുവരി 7 താമരശ്ശേരി, 14 രാമനാട്ടുകര, 21 കൊയിലാണ്ടി, 28 മുക്കം, ഫെബ്രുവരി 1 പേരാമ്പ്ര എന്നിവിടങ്ങളിലാണ് തുടർന്നുള്ള നറുക്കെടുപ്പുകൾ. അഡ്വക്കേറ്റ് ശ്രീനാഥ് ഗിരീഷ് രചിച്ച് EK ബുക്സ് പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് ചെറുകഥാ സമാഹാരം ക്രോസ്നോ പ്രകാശനം ചെയ്തു. അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ റിട്ടയർഡ് ജസ്റ്റിസ് R ബസന്ത് പ്രകാശനം ചെയ്തു. K അബൂബക്കർ ഏറ്റുവാങ്ങി. അഡ്വക്കേറ്റ് ശ്രീനാഥ് ഗിരീഷ് രചിച്ച് EK ബുക്സ് പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് ചെറുകഥാ സമാഹാരം പ്രകാശനം ചെയ്തു. കോഴിക്കോട് അളകാപുരി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ക്രോസ്നോ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ജസ്റ്റിസ് R ബസന്ത് നിർവഹിച്ചു. ആദ്യ കോപ്പി K അബൂബക്കർ ഏറ്റുവാങ്ങി. കാലിക്കറ്റ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് N ഭാസ്കരൻ നായർ, അഡ്വക്കേറ്റ് CK മധുസൂദനൻ, അഡ്വക്കേറ്റ് KP അശോക് കുമാർ, അഡ്വക്കേറ്റ് E നാരായണൻ, അഡ്വക്കേറ്റ് ശ്രീനാഥ് ഗിരീഷ് എന്നിവർ സംസാരിച്ചു. 2012 നവംബറിലാണ് ശ്രീനാഥ് ഗിരീഷിന്റെ പ്രഥമ ലേഖന ചെറുകഥാ സമാഹാരമായ ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് EK ബുക്സ് പുറത്തിറക്കിയത്. കൂടാതെ ഇന്ത്യൻ എക്സ്പ്രസിലും ഖലീജ് ടൈംസിലും ലേഖനം എഴുതിയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ബ്രൂട്ടസ് കുഞ്ഞിരാമൻ എന്ന ചെറുകഥ പെൻഗിൻ ബുക്സ് പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ബ്ലോഗുകളുടെ സമാഹാരമായ ബ്ലോഗ് പ്രിന്റിലും മറ്റു 3 കഥകൾ ചിക്കൻ സൂപ്പ് ഫോർ ദി ഇന്ത്യൻ സോളിലും പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഡക്നയാണ് ശ്രീനാഥ് ഗിരീഷിന്റെ ഭാര്യ. ഭരത് ഭൂഷൺ മകനാണ്. ഫെബ്രുവരി 5 വരെ നീണ്ടുനിൽക്കുന്ന ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ടൈറ്റിൽ സ്പോൺസറായ ഫെഡറൽ ബാങ്ക് ഉപഭോക്താക്കൾക്കായി വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. പ്രതിദിന ഗിഫ്റ്റ് കാർഡുകൾ, LED TV, നാനോ കാർ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളാണ് ബാങ്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രവാസികളെ ഉദ്ദേശിച്ചുള്ള വിവിധ സ്കീമുകൾക്ക് ബാങ്ക് പ്രാധാന്യം നൽകുന്നതായും സോണൽ ഹെഡ് KR വിജയകുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 22 മുതൽ ഫെബ്രുവരി 5 വരെയാണ് വിനോദസഞ്ചാര വകുപ്പ് വ്യാപാരികളുടെ സഹകരണത്തോടെ കേരളത്തിൽ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടത്തിവരുന്നത്. ഫെസ്റ്റിവലിന്റെ ടൈറ്റിൽ സ്പോൺസറാണ് ഫെഡറൽ ബാങ്ക്. ഈ ഉത്സവവേളയിൽ വിവിധ ആനുകൂല്യങ്ങളാണ് ഫെഡറൽ ബാങ്ക് ഉപഭോക്താക്കൾക്കായി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് ബാങ്കിന്റെ കോഴിക്കോട് സോണൽ ഹെഡ് KR വിജയകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ തുക ചെലവഴിച്ച് ഷോപ്പിംഗ് മികച്ച അനുഭവമാക്കി മാറ്റുന്ന 2 പേർക്ക് ഓരോ ദിവസവും 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡുകൾ ഫെഡറൽ ബാങ്ക് സമ്മാനിക്കും. ഓരോ ആഴ്ചയിലും ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്നവർക്കായി ഒരു LED TV നൽകും. ഓരോ ആഴ്ചയിലും കൂടുതൽ തുക ചെലവഴിക്കുന്ന മറ്റു 3 പേർക്കായി സാംസങ് ഗാലക്സി ടാബ്ലറ്റുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ടാറ്റ നാനോ കാറാണ് സീസണിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നത്. ഇതുകൂടാതെ ഫെഡറൽ ബാങ്കിന്റെ ഇടപാടുകാർക്കായി പ്രത്യേക ഓഫറുകളും ബാങ്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫെഡറൽ ബാങ്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഷോപ്പിംഗ് നടത്തുന്നവർക്കായി ഡബിൾ റിവാർഡ് പോയിന്റുകൾ, ഫെഡറൽ ബാങ്കിന്റെ തന്നെ POS മെഷീനുകളിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്കായി ട്രിപ്പിൾ റിവാർഡ് പോയിന്റുകൾ തുടങ്ങിയവ ഇക്കൂട്ടത്തിൽപ്പെടുന്നു. വിദേശത്തു നിന്ന് ഞൊടിയിടയിൽ പണം സ്വീകരിക്കുന്നതിനുള്ള ഫെഡ് ഫാസ്റ്റ് പ്ലസ്, കാർഷിക വായ്പ തുടങ്ങിയവ ശ്രദ്ധേയമാണെന്നും വിജയകുമാർ കൂട്ടിച്ചേർത്തു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ഈ വർഷത്തെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് പുരസ്കാരത്തിന് KT അരവിന്ദാക്ഷൻ അർഹനായതായി നേതാജി സുഭാഷ് ചന്ദ്രബോസ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫോറം ഭാരവാഹികൾ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. KT അരവിന്ദാക്ഷന്റെ 25 വർഷത്തെ സേവനങ്ങൾ കമ്മിറ്റി വിലയിരുത്തിയതിന്റെ പശ്ചാത്തലത്തിൽ മികച്ച തൊഴിൽദാതാവ്, മികച്ച സംഘാടകൻ എന്നീ ഘടകങ്ങൾ പരിഗണിച്ചാണ് ഫോറം ജനറൽ ബോഡി ഐക്യകണ്ഠേന അവാർഡ് നൽകുവാൻ തീരുമാനിച്ചത്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 117ാമത് ജന്മദിനമായ ജനുവരി 23 കോഴിക്കോട് മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് വിതരണം ചെയ്യും. 50,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഫ്രണ്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് കൺസ്യൂമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ വൈദ്യുതി ഉപഭോക്തൃ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഉപഭോക്തൃ പ്രതിനിധികളുടെയും വൈദ്യുതി ബോർഡ് ഡയറക്ടർമാർ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ എന്നിവരുടെയും നേതൃത്വത്തിൽ മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കുന്നു. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഡിസംബർ 27 നടക്കുന്ന മുഖാമുഖം പരിപാടി കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ TM മനോഹരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. PT നരേന്ദ്രമേനോൻ രചിച്ച് പൂർണ്ണ പബ്ലിക്കേഷൻസ് പ്രസിദ്ധപ്പെടുത്തിയ ഓർമ്മപ്പുഴയിൽ നിന്നും ചില ആളോളങ്ങൾ എന്ന പുസ്തകം ഡിസംബർ 26 വൈകിട്ട് 5 മണിക്ക് ഹോട്ടൽ അളകാപുരിയിൽ വെച്ച് ഡോക്ടർ പുനത്തിൽ കുഞ്ഞബ്ദുള്ള പ്രകാശനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ P. ദാമോദരൻ പുസ്തകം ഏറ്റുവാങ്ങും.
ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിന്റെ ഉദ്ഘാടനം മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MP വീരേന്ദ്രകുമാർ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. UDF സർക്കാർ നടപ്പിലാക്കിയ അധ്യാപക പാക്കേജിൽ 51A ക്ലെയിമുള്ള അധ്യാപകരെ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് ജനുവരി 3-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുൻപിൽ ധർണ നടത്തുന്നതിനു മുന്നോടിയായി കോഴിക്കോട് ശിക്ഷക് സദനിൽ വെച്ച് വിപുലമായ കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ഓൾ കേരള 51A ക്ലെയിമന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അധ്യാപക പാക്കേജിന്റെ ഭാഗമായിട്ടുള്ള ടീച്ചേഴ്സ് ബാങ്കിൽ 51A ക്ലെയിമുള്ള അധ്യാപകരെയും ഉൾപ്പെടുത്തുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ, പ്രൊവിഡന്റ് ഫണ്ട്, ഇൻക്രിമെന്റ് എന്നിവ ഈ അധ്യാപകർക്ക് കൂടി ബാധകമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി, ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് നാടും നഗരവും ഒരുങ്ങി. കോളേജുകൾക്ക് സ്വയംഭരണം നൽകിയാൽ കോഴ കൊടുത്ത് വാങ്ങാൻ കഴിയും വിധത്തിൽ ബിരുദ കോഴ്സുകൾ അധപതിക്കുമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി TP ബിനീഷ്. ഖനന മാഫിയയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ CPM-ഉം കോൺഗ്രസും ഒത്തുകളിക്കുകയാണെന്ന് മുതിർന്ന BJP നേതാവ് O രാജഗോപാൽ. പശ്ചിമഘട്ട സംരക്ഷണ ബലിദാനി അനൂപിന് ശ്രദ്ധാഞ്ജലി. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊണ്ട് ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. ജില്ലാ വാർത്തകൾ, the one and only television across your district. Log on www.jillavartakal.com. Independent, impartial, indivisible, straight to the public. Jilla Vartakal, the one and only television across your district. Log on www.jillavartakal.com.